കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഒരു കഥയാണ് പറയാൻ പോകുന്നത്. കഥയുടെ പേര് മാനായൊരു മുയൽ. ഒരിക്കൽ ഒരു വലിയ കാട്ടിൽ ദുഷ്ടനായൊരു സിംഹരാജാവ് സിംഹം ഉണ്ടായിരുന്നു. അതിന് വിശന്നാലും വിശന്നില്ലെങ്കിൽ കണ്ണിക്കണ്ട എല്ലാ മൃഗങ്ങളെ മൊത്തം കൊല്ലുമായിരുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോയ സിംഹരാജൻ എല്ലാവരെയും കൊന്നു തിന്നുമെന്ന് അതിൻ്റെ മൃഗങ്ങളെല്ലാം കൂടുതൽ യോഗ നടത്തി പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. പക്ഷെ അത് സ്വീകരിച്ചില്ല. അപ്പോഴാണ് ആ കൂട്ടത്തിലുള്ള ഒരു ചെന്നായ പറഞ്ഞത്, കൂട്ടുകാരെ, എനിക്കൊരു ബുദ്ധി തോന്നുന്നു. നോക്കിയേ, എല്ലാ ദിവസവും ഓരോരുത്തരായിട്ട് സിംഹരാജാവിൻ്റെ ഗുഹയിലോട്ടേക്ക് ഭക്ഷണമായിട്ട് ചെല്ലാം. എല്ലാവരുടെയും ഊഴമെത്തുന്നവരെ അവർക്ക് ജീവിക്കാം. പിന്നെ അവരെ കഴിക്കുമ്പോൾ മറ്റുള്ളവർക്കും ജീവിക്കാം എന്നാണ് എല്ലാവർക്കും സമ്മതിച്ച് ചെന്നായ ഈ കാര്യം ചെന്ന് സിംഹരാജാവിനോട് പറഞ്ഞു. പക്ഷെ സിംഹരാജാൻ പറഞ്ഞു, എല്ലാവരും എല്ലാ സമയത്തും ഇവിടെ എത്തിക്കോണം എൻ്റെ ഭക്ഷണമായിട്ട്, ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരും ഒറ്റയടിക്ക് കൊല്ലുമെന്ന് പറഞ്ഞ സിംഹരാജൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ചെന്ന പറഞ്ഞു, സിംഹരാജാവ് കൃത്യസമയത്ത് തന്നെ ഭക്ഷണം എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ സിംഹരാജാവിന് ഭയങ്കര സന്തോഷമായി. ചെന്നായ തലയും കുനിച്ച് ഉണങ്ങി അവിടുന്ന് പോയി. പിന്നെ ഓരോ ദിവസവുമായിട്ട് ഈ മാനും അങ്ങനെയുള്ള മൃഗങ്ങൾ മൊത്തം സിംഹരാജാവിൻ്റെ ഗുഹയിലോട്ടേക്ക് എത്തി. അപ്പം ഒരിക്കൽ ഒരു മിട്ടുമുയലിൻ്റെ ഊഴമായിരുന്നു എത്തിയത്. അപ്പോൾ മിട്ടുമുയൽ ഭയങ്കര പേടിച്ച് വിളച്ചായിരുന്നു പോയെ. അപ്പോൾ മിട്ടുമുയൽ അടുത്തു, ഇങ്ങനെ പോയാൽ എൻ്റെ കാര്യം പോക്കാൻ എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ബുദ്ധി കണ്ടുപിടിക്കണം. അങ്ങനെ മുയൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ മുയലിൻ്റെ മനസ്സിലൊരു ബുദ്ധി തോന്നി. മുയൽ അത് ആരെ അടിക്കാതെ ഇങ്ങനെ പതുങ്ങി ലയിച്ചായി താമസമെടുത്ത് സിംഹരാജാവിൻ്റെ ഗുഹയിലോട്ടേക്ക് ചെന്നു. സിംഹരാജാവ് ദേഷ്യത്തോടെ, നീ എന്താണ് ഇത്രയും വൈകി വന്നത്? ഇങ്ങനെ രാജൻ ചോദിച്ചു. അയ്യോ സിംഹരാജാവ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ എനിക്ക് തന്ന വാക്ക് തെറ്റിച്ചു, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്ന വാക്കും തെറ്റിക്കാൻ പോവാന്ന് പറഞ്ഞു. സിംഹരാജാവ് എല്ലാവരും ഒറ്റയ്ക്ക് തിന്നെ പോവാന്ന് പറഞ്ഞു, കൊല്ലാൻ പോവാന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര പേടിച്ച് വിളച്ച് പറഞ്ഞു, അയ്യോ സിംഹരാജാവ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇന്ന് ലേറ്റായി വന്നതിൻ്റെ കാരണമുണ്ട്. എന്താണ് അത്? വേഗം പറയൂ, എനിക്കത് അറിയണം. സിംഹരാജൻ എന്ന് ഞാൻ വരുന്ന വഴിക്ക് ഒരു സിംഹം എന്നെ തടഞ്ഞു കൊടുത്ത്, നീ എങ്ങോട്ടേക്കാണ് നീ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഈ കാട്ടിൽ രാജാവായ എൻ്റെ സിംഹരാജാവിൻ്റെ അടുത്തേക്ക് ഞാൻ ഭക്ഷണമായി എത്തുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ സിംഹം പറഞ്ഞു, ഞാൻ അറിയാതെ ഇവിടെ വേറൊരു സിംഹമോ? അതെവിടെ എന്ന് ചോദിച്ചു. ഞാൻ മാത്രമാണ് ഈ സിംഹം എന്ന് ആ സിംഹം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ സിംഹരാജാവിനെ പറ്റി മൊത്തം അഭിപ്രായങ്ങളും പറഞ്ഞു. എൻ്റെ സിംഹരാജാവ് തന്നെയാണ് രാജാവെന്നും പറഞ്ഞു. അപ്പം അത് കേട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ആ സിംഹരാജാവിന് ഭയങ്കര ദേഷ്യം വന്ന ആ സിംഹരാജാവ് എന്നെ ഓടിക്കാൻ വന്നു, എന്നെ ആക്രമിക്കാൻ വന്നു. അപ്പോൾ ഞാൻ ഓടി ആണ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം മറ്റേ സിംഹരാജാവ് ഇപ്പോഴും എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് അവിടെ തന്നെ കിടക്കുന്ന. അതുകൊണ്ട് ആ സിംഹരാജൻ ഭയങ്കര, എവിടെയാണവൻ? എനിക്കിപ്പോൾ തന്നെ അവൻ്റെ കഥ കഴിക്കണം എന്ന് സിംഹരാജൻ പറഞ്ഞു. സിംഹരാജൻ വരൂ, ഞാൻ കാണിച്ചു തരാം എന്ന് സിംഹരാജാവിനെയും സിംഹത്തിനെയും കൂട്ടി മിട്ടുമുയൽ ആ കാട്ടിലുണ്ടായിരുന്നത് പൊട്ടക്കിണറ്റിലോട്ടേക്ക് കൊണ്ടുപോയി.
മണ്ടനായ സിംഹം തലയിട്ട് നോക്കി. എൻ്റെ മുഖച്ചായ അവിടെ കണ്ടു. പക്ഷെ അത് ആ സിംഹത്തിനെ വെല്ലുവിളിച്ച സിംഹമാണ് അറിഞ്ഞുകൊണ്ട് സിംഹം അലറിക്കൊണ്ട് ഉള്ള ഒച്ച മുഴുവൻ അലറിക്കൊണ്ട് ഈ കാട് മൊത്തം കേട്ട് സിംഹരാജാവ് ഒച്ചയെടുത്ത് ചാട്ടം ആ കിണറ്റിലോട്ടേക്ക്. അപ്പോൾ അവിടെ നിന്ന് കയറാനറിയാതെ ആ സിംഹരാജൻ അവിടെ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചു. ഭയങ്കര വിശപ്പായിരുന്നു. കൂട്ടുകാരെ, ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായേ? ആക്രാന്തം ഒരിക്കലും പാടില്ല. ഇനി അത് ആക്രാന്തം കാണിച്ചിട്ടുണ്ടെങ്കിലോ അവർ ചെന്ന് കൊള്ളുന്നു. നന്ദി.